ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടി സി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമുക്ക് ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ലേസി ഡേസി സ്റ്റിച്ച് ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ സ്റ്റിച്ചിനെ ലേസി ഡേസി സ്റ്റിച്ച് എന്ന് പറയും, ഡേസി സ്റ്റിച്ച് എന്ന് പറയും, ഡിറ്റാച്ച്ഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയും. അങ്ങനെ 3 പേരുകളുണ്ട് ഈ സ്റ്റിച്ചിന്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇതുപോലെ കുറച്ച് സർക്കിൾസ് നമ്മൾ വരച്ച് വെക്കണം. അപ്പോൾ ഞാൻ കോമ്പസ് ഉപയോഗിച്ച് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സെൻറ്റർ കിട്ടി. പിന്നെ അതിന് ചുറ്റും ഓരോ ഡോട്ട്സ് ഇടണം. ഈ ഡോട്ടുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇതൊക്കെ ഒരേ ദൂരത്തിൽ കിടക്കണം. എത്ര ഡോട്ട്സ് നമ്മൾ ഇടുന്നുണ്ടോ അത്രയും ഇതളുകളാണ് ഈ പൂവിന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇതളുകളുള്ള പൂവാണോ വേണ്ടത് അത്രയും ഡോട്ട്സ് നമ്മളിട്ട് ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ നമുക്കത് ആവശ്യത്തിന് ഇട്ടാൽ മതി, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം. പക്ഷെ ശ്രദ്ധിക്കാനുള്ളത് ഇത് എല്ലാം ഒരേ അകലത്തിൽ കിടക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോണ ത്രെഡ്സ് സാധാരണ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ്സാണ്, സ്റ്റാൻഡേർഡ് കോട്ടൺ. അപ്പോൾ 3 കളേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഈ റൗണ്ട്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതാണ് ചെയ്യാനുള്ളത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട് സൂചിമേ. എൻ്റെ അറ്റത്ത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്, ഇതുപോലെ ചെറിയ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സൂചി ഈ സെൻറ്ററിന്മേൽക്കൂടെ അടിയിൽ നിന്ന് കൊണ്ടുവരണം. ഇത് നല്ല എളുപ്പമുള്ള സ്റ്റിച്ചാണ്, നല്ല സുഖമാണ് ഇത് ചെയ്യാനായിട്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഏത് ഹോളിക്കൂടെയാണ് ഈ സൂചിയുടെ നൂല് വലിച്ചു കൊണ്ടുവന്നത് അതിൽ കൂടെ തന്നെ തിരിച്ച് താഴത്തോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതേ ഹോളിക്കൂടെ തന്നെ സൂചി താഴത്തേക്ക് വലിക്കുക, സൂചി താഴത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ വലിക്കുമ്പോൾ ഫുള്ള് നൂല് വലിക്കരുത്, കുറച്ച് അവിടെ നിർത്തണം. ഒരു ലൂപ്പ് ഇടുന്നത് പോലെ, ലൂപ്പ് കിട്ടുന്നത് പോലെ കുറച്ച് അവിടെ നിർത്താം. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത്, നമ്മളിങ്ങനെ ഡോട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഈ സർക്കിളിന്മേ. അപ്പോൾ ആദ്യത്തെ ഡോട്ട് എടുക്കുക. അപ്പോൾ ഈ ഡോട്ടുമേക്കൂടെ അടിയിൽ നിന്ന് കൊണ്ടുവരണം സൂചി. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം സൂചി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ വലിക്കുക. എന്നിട്ട് ഇതിനൊന്ന് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ നൂല് നിൽക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ നൂല് മേളിക്കോടെ ഇങ്ങനെ എടുത്ത് അതിന് തൊട്ടടുത്ത് തന്നെ സൂചി ഒന്ന് താഴത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഈ സ്റ്റിച്ച് ഇങ്ങനെ അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. അപ്പോൾ നമുക്ക് ഒരു ലേസി ഡേസി സ്റ്റിച്ചായി. ഇത്രയേ ഉള്ളൂ ഇതിനെ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ സെയിം സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ ചുറ്റും ഇതേ സ്റ്റിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതാണ് ലേസി ഡേസി സ്റ്റിച്ച്. അപ്പോൾ വീണ്ടും ചെയ്യേണ്ടത് അതേ സെൻറ്ററിൽ കൂടെ വീണ്ടും സൂചി കൊണ്ടുവരിക. എന്നിട്ട് ഒരു ലൂപ്പ് പോലെ ഇട്ടിട്ട് തിരിച്ച് എവിടെ നിന്നാണോ വന്നേ അതേ ഹോളിക്കൂടെ തന്നെ തിരിച്ച് പോവുക. ഫുള്ള് പോകരുത്, ഒരു ലൂപ്പ് പോലെ ഇടണം. ഇനി നമ്മൾ ഈ ഡോട്ടുമേക്കോട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത് അടിയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ഇതളുകളായിട്ട് കിട്ടും. അപ്പോൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നൂല് വലിക്കുക. നമുക്ക് അടുത്ത പെറ്റൽ അങ്ങനെ കിട്ടി. അതിനെ വീണ്ടും ഒരു സ്റ്റിച്ചിട്ട് സെക്യൂർ ചെയ്യുക. വീണ്ടും സെൻറ്ററിലേക്ക് വരാം. എവിടെ നിന്നാണോ വന്നേ
അതേ ഹോളിൽ കൂടെ തന്നെ തിരിച്ച് പോവുക. എന്നിട്ട് മൂന്നാമത്തെ ഡോട്ടുമേ കൂടെ സൂചി പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം സൂചി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പെറ്റൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് വീണ്ടും സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. വീണ്ടും സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നെക്സ്റ്റ് ഡോട്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നൂല് വലിക്കുക. എന്നിട്ട് അതിനെ സെക്യൂർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വൺസ് പഠിച്ച് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ സർക്കിളൊന്നും വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്കൊരു നമ്മുടേതായ ഒരു ഐഡിയയിൽ അങ്ങോട്ട് ചെയ്തു പോകാനുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് പെറ്റലും കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് പുറകിൽ ഒരു നോട്ടിട്ട് സെക്യൂർ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലേസി ഡേസി സ്റ്റിച്ച്. ഇത് ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്നും കൂടെ ഡെക്കറേറ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നടുക്കിൽ പേൾ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പേൾ വെക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ പേളുകളാണ്. പേൾ നമുക്ക് പല സൈസിൽ വാങ്ങിക്കാൻ കിട്ടും. ഇങ്ങനെ ഈ സൈസിൽ കിട്ടും, പിന്നെ അതിനേലും ചെറുതാണ് ഇത്. നമുക്കിഷ്ടമുള്ള സൈസിലുള്ളത് വാങ്ങിക്കാം. ഇതിനേലും വലുതും വാങ്ങിക്കാൻ കിട്ടും. അധികം വിലയൊന്നും ആവില്ല. പിന്നെ ഈ പേൾ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് സാധാരണ നമ്മുടെ സൂചി നൂലാണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഏറ്റവും ചെറിയ സൂചി നൂലും, ഹാൻഡ് എംബ്രോയിഡറിയുടെ അല്ല, അല്ലാണ്ട് സാധാരണ നമ്മൾ തുന്നലിൽ ഉപയോഗിക്കുന്ന സൂചി, ഇങ്ങനത്തെ ഏറ്റവും വണ്ണം കുറവിലുള്ള സൂചി. പിന്നെ സാധാരണ നൂല്, ആ നൂല് പുറത്തിട്ട് രണ്ടായി മടക്കിയിട്ട് അറ്റത്ത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ നൂല്. പിന്നെ നമുക്ക് പേൾ കോർക്കാം. അപ്പോൾ ആദ്യം ഈ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് പേൾ കോർക്കാം. എന്നിട്ട് നൂല് മൊത്തം വലിച്ചെടുക്കുക. എന്നിട്ട് അതേ സെൻറ്ററിൽ കൂടെ തന്നെ തിരിച്ച് കൊണ്ടുപോകും. ഇതുപോലെ തന്നെ മറ്റുള്ളതൊക്കെ കോർത്തെടുക്കുക. ഇനി അടുത്ത പൂവിൻ്റെ സെൻറ്ററിലേക്കൂടെ സൂചി കൊണ്ടുവരാം. എന്നിട്ട് പേൾ കോർക്കുക. നൂല് ഫുള്ളും വലിച്ചെടുക്കുക. എന്നിട്ട് അതേ സെൻറ്ററിൽ കൂടെ തന്നെ തിരിച്ച് സൂചി കൊണ്ടുപോകാം.
അങ്ങനെ നമ്മൾ എല്ലാ പൂവുമേയും പേൾ പിടിപ്പിച്ചു. പേൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെ ഒരു നോട്ടിട്ട് പുറകിൽ സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ച്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് ഒരു കുഞ്ഞ് നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.